ഭൂമിയും പ്രപഞ്ചവും സൂര്യനും സൗരയൂഥങ്ങളും എല്ലാം ഉണ്ടായതിനെക്കുറിച്ച് ബിഗ് ബാങ് തിയറി ഒരു അവസാന വാക്കല്ല. അത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് മാത്രം കടിഞ്ഞാണിടാൻ വേണ്ടി ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഒരു ഉപായം മാത്രമാണ്. എന്തെന്നാൽ ഏതൊരു പൊട്ടിത്തെറിക്കും ഊർജം ആവശ്യമാണെന്ന് ഈ ആധുനിക ശാസ്ത്രജ്ഞർ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഒന്നുമില്ലാത്ത ഒരു വസ്തുവിൽ എങ്ങനെയാണ് ഊർജം ഉണ്ടാവുക? ഒന്നുകിൽ അതിനെ പൊതിഞ്ഞ് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് മറ്റൊരു വസ്തു ഉണ്ടാവണം. എങ്കിലും അപ്പോഴും അതിന് പുറത്ത് ഒരു അന്തരീക്ഷവും സൗരയൂഥവും ഇല്ല എന്നെങ്ങനെയാണ് പറയുക? അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ചിന്തകൾക്ക് ഇത് എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യത്തിന് താൽക്കാലികമായ ഒരു ഉത്തരം മാത്രമാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി അനുസരിച്ച് അന്ന് പൊട്ടിത്തെറി ഉണ്ടായ ആ അലകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ അത്രമാത്രം വിഡ്ഢിത്തമായ ഒന്നില്ല. ഉദാഹരണത്തിന് ഒരു വലിയൊരു കായലിലേക്ക് വലിയ കനമുള്ള ഒരു വസ്തു വളരെ മുകളിൽ നിന്നും എറിയുന്നു. അത് ഒരു പരിധിവരെ മാത്രമേ അതിൻ്റെ അലകൾ ഉണ്ടാവൂ, പിന്നെ അത് താനേ നിൽക്കും. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിൻ്റെ അലകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം ഏതിൻ്റേതാണെങ്കിലും ഒരു വസ്തു പൊട്ടിത്തെറിച്ചാലോ അല്ലെങ്കിൽ വീണാലോ അല്ലെങ്കിൽ ഇടിച്ചാലോ ഉള്ള അലകൾ താനേ ഇല്ലാതാവും. അതാണ് പ്രപഞ്ച സത്യം. അല്ലെങ്കിൽ വെള്ളത്തിലും നമുക്ക് അതേ അവസ്ഥ തന്നെ കാണേണ്ടിയിരുന്നു. എന്നാൽ ബിഗ് ബാങ് തിയറി എന്തിനെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായി എന്നതിന് ഒരു ചോദ്യമുണ്ട്. സൗരയൂഥം, ഭൂമി, ഈ ലോകം എങ്ങനെയുണ്ടായി? അതിനൊരു ഉത്തരം മാത്രമാണ് ബിഗ് ബാങ് തിയറി. മാത്രമല്ല, ബിഗ് ബാങ് തിയറി അവസാന വാക്കാണെന്ന് ശാസ്ത്രജ്ഞരും പറയുന്നില്ല, അധികം ആളുകളും പറയുന്നില്ല. എന്നാൽ ചിലരല്ല ഇപ്പോഴും വിശ്വസിക്കുന്നത് ബിഗ് ബാങ് തിയറി മാത്രമാണ് ഈ ലോകമുണ്ടായതിന് കാരണം എന്നാണ്. അപ്പോൾ എന്തെന്നല്ലേ ചോദ്യമുണ്ട്. ഈ ലോകം ഇവിടെ ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പറയും പരിണാമത്തെക്കുറിച്ച് പറയുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞർക്കുണ്ട്. കുരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന് പറയുന്നു. എന്നാൽ അതേ കുരങ്ങുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ പറയും കോടി വർഷങ്ങളെടുത്താണ് ഈ പരിണാമമെന്ന്. എന്നാൽ ആ കോടി വർഷങ്ങളെടുത്തുള്ള പരിണാമത്തിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്ന അത്തരം ജീവികളുണ്ട്. എന്നാൽ അവയിൽ നിന്നൊന്നും ഒരു വസ്തുവും ഒരു പ്രത്യേക ജീവിയും ഉണ്ടായി വരുന്നില്ല. മാത്രമല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് എന്താണ് തകരാറ് എന്ന് ശാസ്ത്രജ്ഞരോട് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ലല്ലോ എന്ന ഒറ്റ ഉത്തരമേ പറയൂ. എന്നാൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാരും ഉണ്ടാക്കിയതല്ല. ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതുമല്ല. പൊട്ടിത്തെറിച്ചുണ്ടായതാണെങ്കിൽ വീണ്ടും അത് സംഭവിക്കണമായിരുന്നു. വീണ്ടും സൗരയൂഥങ്ങളും ഭൂമിയും ആകെ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടിയിരുന്നു. അവിടെയെല്ലാം ജനങ്ങളോ അല്ലെങ്കിൽ ജീവികളോ അല്ലെങ്കിൽ ജീവനോ ഉണ്ടാവേണ്ടിയിരുന്നു. എന്നാൽ ഇതുവരെയും ഉണ്ട് എന്ന് പറയുകയല്ലാതെ ഭൂമിയിലല്ലാതെ മറ്റൊരു ലോകത്തോ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ മറ്റൊരു ഗ്രഹത്തിലോ ഒരു ജീവിവർഗം പോലും ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു തെളിവും ഇല്ല. അവിടെയും ഇവിടെയും പറക്കും തളികകളും ജീവനുണ്ടെന്നും ഉള്ള വിടുവായത്തം പറയുകയല്ലാതെ ശരിക്ക് പറഞ്ഞാൽ എവിടെയും ആരും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു, ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇനി ബിഗ് ബാങ് തിയറിയെക്കുറിച്ചാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ ഈ ലോകം മുഴുവൻ ഒന്നായിരുന്നു എന്ന ഒരു ഐതരേയോപനിഷത്തിലെ ഒരു വാക്യമുണ്ട്. അതിലപ്പുറമൊന്നും പുതിയ ശാസ്ത്രജ്ഞരും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നതിനെ നമ്മൾ ആരുണ്ടാക്കി, എന്നുണ്ടായി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ പണ്ടേ അല്ലെങ്കിൽ കോടി വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ലോകം നിലനിൽക്കുന്നത്.